കേരളത്തിൽ ചൂട്, ശരീരത്തിൽ ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ശ്രദ്ധിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൽ ഇപ്പോൾ ഉയർന്ന ചൂട് രേഖപ്പെടുത്തുന്നത്. അതിനാൽ നിർജ്ജലീകരണം പോലുള്ള പല ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ടാകാം. ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ചൂട് കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോഡ്. ഏതാനും ദിവസങ്ങളായി കേരളത്തിൽ കാര്യമായ തോതിലാണ് ചൂട് അനുഭവപ്പെടുന്നത്. പല ജില്ലകളിലും പകൽ സമയത്ത് പുറത്തിറങ്ങാൻ കഴിയാത്തത്ര ചൂടാണ്. പലരും ഇതിനെ ഗൗരവത്തോടെ സമീപിക്കണമെന്നില്ല. ദാഹം അനുഭവപ്പെടുന്നത് പോലും അറിയാതിരിക്കാം. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ വെള്ളം കുടിക്കുന്നത് കുറഞ്ഞാൽ അത് ചെറുതല്ലാത്ത രീതിയിൽ ബാധിക്കാം. ഇത്തരത്തിൽ ശരീരത്തിൽ ആവശ്യത്തിന് ജലാംശം ഇല്ലാതാകുന്ന അവസ്ഥയാണ് നിർജ്ജലീകരണം എന്ന് വിശേഷിപ്പിക്കുന്നത്. നിർജ്ജലീകരണം സംഭവിച്ചാലും അത് തിരിച്ചറിയപ്പെടാതെ പോകാം. ഇതും കൂടുതൽ സങ്കീർണതകളിലേക്ക് നമ്മെ നയിക്കുന്നു. നിർജ്ജലീകരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ ഒന്നും കാണണമെന്നില്ല. എന്നാൽ വായ വല്ലാതെ വരണ്ടു പോവുക, അമിതമായ ദാഹം എന്നിവയുണ്ടാകാം. ഇത് പക്ഷേ ഗൗരവമായി ആരും എടുക്കണമെന്നില്ല. തലവേദന, സ്കിൻ ഡ്രൈ ആവുക, മൂത്രം കുറയുക, തളർച്ച, തലകറക്കം, കൈകാലുകളിൽ വേദന എന്നിവയെല്ലാം നിർജ്ജലീകരണത്തിൻ്റെ ലക്ഷണങ്ങളായി കാണാവുന്നതാണ്. നിർജ്ജലീകരണം മൂർച്ഛിക്കുമ്പോൾ അത് അത്യധികമായ ദാഹം, വായും നാവും അമിതമായി വരണ്ടു പോകുന്ന അവസ്ഥ, കടും മഞ്ഞ നിറത്തിലുള്ള മൂത്രം തീരെ പോകാതിരിക്കുന്ന അവസ്ഥ, കണ്ണുകൾ കുഴിഞ്ഞു പോകുന്ന അവസ്ഥ, അസ്വസ്ഥത, അധികമായ തളർച്ച, പെരുമാറ്റത്തിൽ തന്നെ വ്യത്യാസം എല്ലാം കാണാം. പെട്ടെന്ന് തളർന്നു വീഴുക, ഓർക്കാനം വരിക, നെഞ്ചിടിപ്പ് കൂടുക എല്ലാം ഉണ്ടായാൽ ആദ്യം തണലത്തേക്ക് മാറുക. പിന്നീട് വൈകാതെ തന്നെ ആശുപത്രിയിൽ പോവുകയും വേണം. സൂര്യാഘാതത്തിനുള്ള സാധ്യതയും ചൂട് ഉയരുമ്പോൾ കാണാം. ഇത് ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്. പകൽ 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെയുള്ള സമയമാണ് ഏറെയും ശ്രദ്ധിക്കേണ്ടത്. ഈ സമയത്താണ് സൂര്യനിൽ നിന്നുള്ള ചൂട് കൂടുതലായും ഉണ്ടാവുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: 1. പകൽ 11 മണി മുതൽ 3 വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക. 2. നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം, കാപ്പി, ചായ, കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ തുടങ്ങിയ പാനീയങ്ങൾ പകൽ സമയത്ത് ഒഴിവാക്കുക. 3. അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. 4. പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക. ORS, ലായനി, സംഭാരം തുടങ്ങിയവ കുടിക്കാവുന്നതാണ്. 5. അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടാൽ ഉടനെ വിശ്രമിക്കുകയും വൈദ്യസഹായം തേടുകയും ചെയ്യുക. ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട്. കൂടുതൽ വീഡിയോകൾ കാണുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക. എത്നിക് ഹെൽത്ത് കോഡ്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോഡിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കോഡിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും. എത്നിക് ഹെൽത്ത് കോഡ്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്.